ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഫിഷ് മോളി ആട്ടോ. അപ്പോൾ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ഉണ്ടാക്കണുള്ളൂ, ആകെ 3 പീസ് ഉണ്ടാക്കണുള്ളൂ. ജസ്റ്റ് ഒരു ട്രൈ ആണ്, ശരിയാവുമല്ലെന്ന് അറിയില്ല. പിന്നെ ഒരു ക്യാപ്പ് ഞാൻ വിനാഗിരി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന കരിമീൻ എടുത്തേക്കുന്നത് 2 ഫുള്ളും ഒരു ഹാഫും എടുത്തേക്കുന്നത്. അപ്പോൾ ഹാഫ് കുഞ്ഞാപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. കാണുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും, ബട്ട് അത്രയും മതി കേട്ടോ. നമ്മൾ 3 മീൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത്രയും മതി. ഇനി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മീനുകളെല്ലാം നമ്മളൊന്ന് ഉപ്പ് പുരട്ടി എടുക്കണം. മുളക് പൊടി കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വിനാഗിറും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് മാഗ്നേറ്റ് ചെയ്തിട്ട് നമുക്ക് സൈഡിലേക്ക് വെക്കാം. എന്നിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എടുക്കണം. അപ്പോൾ അതൊക്കെ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഈ 3 മീനും മാഗ്നേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ഫ്രീസറിൽ വെക്കാം. ഒരു 5-10 മിനിറ്റ്സ് ഫ്രീസറിൽ വെക്കുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്കിനി വേണ്ടത് കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, ഇത്രയും സാധനങ്ങളാണ്. ഞാൻ 2-3 നമ്പേഴ്സ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ദെൻ ഒരു ടൊമാറ്റോ, ചില്ലി, സവാള, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി കുറച്ചുണ്ടായിരുന്നല്ലോ കേട്ടോ. ആകെ ഒരു 2 അല്ലി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ ഇച്ചിരി എടുത്താൽ ബാക്കി പിന്നെ മേടിക്കാൻ പോകാൻ എനിക്ക് മടി. അപ്പോൾ ഞാനിവിടെ ഒരു ദോശച്ചട്ടി എടുത്തേക്കുന്നത്. ഓയിലധികം യൂസ് ആക്കണ്ട എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എണ്ണ ഒഴിച്ചു, അത് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഓയിലെല്ലാം സൈഡിലേക്ക് പോകുന്നതുകൊണ്ട് ഞാൻ മീനെല്ലാം ഓരോ സൈഡിലാണ് വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതിനകത്താവുന്നതെങ്കിൽ നമുക്ക് ഓയിലധികം വേസ്റ്റ് ആവേയില്ല, പിന്നെ നമുക്കൊരു നല്ല പ്രോപ്പർ ചട്ടിയില്ല വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ദോശപ്പാൻ എടുത്തത് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ കുറേ നാളായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ബിസി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അപ്ഡേറ്റ് ആവാൻ നോക്കാം, മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. എൻ്റെ വീഡിയോസ് കാണാൻ വളരെ ചുരുക്കം പേരുള്ളൂ. അപ്പം താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അടിച്ചോളൂ, ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫിഷ് ഇട്ടു. ഫിഷ് നമുക്കൊരു ഡീപ്പ് ഫ്രൈ വേണ്ട കേട്ടോ, ഒരു മീഡിയം ഫ്രൈ മതി, കാരണം ഇത് തിളപ്പിക്കാനുള്ളതാണല്ലോ. ഓക്കെ, അപ്പോൾ ഈ എണ്ണ ബാക്കി വന്നാലും നമ്മൾ കളയില്ല കേട്ടോ. നമ്മൾ ഈ ഓയിൽ തന്നെയായിരിക്കും നെക്സ്റ്റ് പ്രൊസീജിയർ യൂസ് ചെയ്യാം. അപ്പോൾ മീൻ എടുത്ത് മാറ്റിയിട്ട് ഞാൻ അടുത്ത ചട്ടി വെച്ചു. അപ്പോൾ അതിലേക്ക് ഞാൻ എന്നിട്ട് നമ്മുടെ ആ ഒരു ബാലൻസ് നിൽക്കുന്ന ഓയിൽ നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ആ മീൻ വറുത്ത എണ്ണ ആകുമ്പോഴത്തേക്കും അതിന് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഓയിൽ തന്നെ എടുക്കണേ കേട്ടോ. അപ്പോൾ ഓയിൽ ഓൾറെഡി ചൂടായതുകൊണ്ട് എണ്ണ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിനി നമ്മുടെ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക സംഭവങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതൊരു ബീഫ് സ്റ്റൂവിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഫിഷ് മോളി ട്രൈ ചെയ്ത് നോക്കുന്നത്. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് എൻ്റെ വേർഷനാണ്, ഞാൻ യൂട്യൂബ് റെഫറൻസ് ചെയ്തായിരുന്നു, ബട്ട് വേപ്പില എന്നതിനകത്ത് ആഡ് ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. നമുക്കിനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, ഇനി പച്ചമുളക് ഇട്ടു, അത് കഴിഞ്ഞിട്ട് കുറച്ച് വേപ്പില ആഡ് ചെയ്യാം. വേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്ത് എടുക്കാം. അപ്പം അങ്ങനെയാണ് വിശേഷങ്ങൾ. ഞാൻ ഇതിൻ്റെ ഇടയിൽ വിശേഷങ്ങൾ കൂടെ പറഞ്ഞു കേട്ടോ. അപ്പം സവാള ആഡ് ചെയ്തു, പിന്നെ നല്ലോണം ഇനി റോസ്റ്റ് ആവണം. അപ്പോൾ വീഡിയോസ് ഇടാൻ പറ്റിയില്ല. ഓഫ് കോഴ്സ് എല്ലാവർക്കും എന്നെ അറിയാം, യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒട്ടുമിക്കവർക്ക് അറിയാം. മാരേജാണ്, ഓഗസ്റ്റ് സെപ്റ്റംബർ 2 മാസമായിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളും പിന്നെ ന്യൂ ജോബ്, അതിൻ്റെ കുറച്ച് തിരക്ക്, അതിൻ്റെ ഇൻഡക്ഷൻ പ്രോഗ്രാം കാര്യങ്ങൾ, അങ്ങനെ ഫുൾ ബിസിയാണ്. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് മെയിൻ കാര്യം. ഷൂട്ട് ചെയ്ത് തന്നെ എഡിറ്റിംഗ് ഞാൻ ടപ്പ് ചെയ്യുന്നവർ നടക്കും, കാരണം വലിയ കാര്യമായിട്ടുള്ള എഡിറ്റിംഗ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് പൊടികളായിട്ട് ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ യൂസ് ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ സവാള ചെറുതായിട്ട് ഒന്ന് വാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തു. ഞാൻ പെട്ടെന്ന് അങ്ങനെ ഓർക്കുകയാണ് എന്ത് പൊടിയാണ് എന്നുള്ള രീതിയിൽ, അതുകൊണ്ടാട്ടോ. ഓക്കെ, മൈൻഡ്. അപ്പം അങ്ങനെ കല്യാണമൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കായിപ്പോയി. അപ്പം ഇനി അതിൻ്റേതായ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കുറേ ബിഹൈൻഡ് ദ സീനൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ വെഡ്ഡിങ് കഴിഞ്ഞിട്ടെല്ലാം ഞാൻ പുറത്തിറക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും എന്ന് തോന്നുന്നു. എൻ്റെ ഒരു വെഡ്ഡിങ് ഡ്രസ്സ് പർച്ചേസിന് അത്യാവശ്യം റിവ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ 2ാം പാൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. 2ാം പാൽ ഒഴിച്ചു കൊടുത്തു. 2ാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് നല്ലോണം ഒന്ന് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ മീൻ ഇട്ട് കൊടുക്കുക. മീൻ ഇട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക, പൊടിഞ്ഞ് പോകരുത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് തുടങ്ങിയിട്ട് നമ്മളിനി ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്.
1 2 3 അങ്ങനെ മീനിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഞാൻ ചട്ടകം വെച്ചിട്ട് തന്നെയാണ് എടുത്തത്. ഇനി കൈ വെച്ചെടുത്ത് അത് ജസ്റ്റ് ഇങ്ങനെ ഒന്നും ഫ്രൈ ആയിട്ടില്ലല്ലോ, അപ്പോൾ ഇട്ട് പോവണ്ട എന്ന് എഴുതിയിട്ട് അങ്ങനെ തന്നെ എടുത്ത് അതിനകത്തിട്ടു. അപ്പോൾ നല്ലോണം തിള വരുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് നല്ലോണം തിളയ്ക്കുക. അത് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ ടൊമാറ്റോസ് നമ്മൾ കട്ട് ചെയ്തത് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കും. ഓക്കെ, അത് നെക്സ്റ്റ് പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ മീതെ ഞാനിപ്പോൾ കുറച്ച് കുരുമുളക് പൊടി വിതറുന്നുണ്ട്. അത് ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അത് കൂടെ ആഡ് ചെയ്യായിരുന്നു റോസ്റ്റ് ചെയ്യുമ്പോൾ, ബട്ട് ഞാനിങ്ങനെയാണ്, ഇതെൻ്റെ സ്റ്റൈൽ വേർഷനാണല്ലോ. ദെൻ ടൊമാറ്റോസ് ഞാനിങ്ങനെ ഭംഗിയിൽ ആഡ് ചെയ്ത് കൊടുത്തു. ഞാനിത് യൂട്യൂബ് വേറെ ഒരു റെഫറൻസ് എടുത്തപ്പോഴത്തേക്ക് അതിൽ കണ്ടപ്പം ജസ്റ്റ് വെച്ചു എന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇപ്പം കട്ട് ചെയ്തിട്ട് കുഞ്ഞാക്കിയിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് വീണ്ടും അതിൻ്റെ മേലെ വേപ്പില സ്പ്രെഡ് ചെയ്തു. കാരണം വേപ്പിലയ്ക്ക് എനിക്കാരോ കൈവശം തന്നിട്ടുണ്ട്. വീട്ടിൽ കുറേ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടാന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ 1-ാം പാൽ ഒഴിച്ചു. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ എന്താ, തിളയ്ക്കാൻ പാടില്ല എന്ന് പറയുമല്ലോ, അത് തന്നെ തിളയ്ക്കരുത്. അതിൻ്റെ മീതെ ഞാൻ കുറച്ച് വിനാഗർ യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ നമുക്ക് നാരങ്ങ യൂസ് ചെയ്യാം. ജസ്റ്റ് ഇളക്കരുത്, ജസ്റ്റ് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. കാരണം മീൻ പൊടിയാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ സ്പൂൺ ഇട്ട് ഇളക്കിയാൽ മീൻ പൊടിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതാക്കുക. ജസ്റ്റ് ഒന്ന് തിള വരണം. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഓഫ് ചെയ്യുക. ഞാനിപ്പം ഈ ഇത് സ്പീഡിലിട്ടായതുകൊണ്ടാണ് തിള പെട്ടെന്ന് വരണ പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. ഞാൻ ചെറിയൊരു തിള വരുന്നപ്പോൾ തന്നെ ജസ്റ്റ് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പം എല്ലാം കൊണ്ടും ഓക്കെയാണ്. ഉപ്പിട്ട് കൊടുക്കണോട്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയാൻ മറന്നുപോയി, ഉപ്പിടാൻ മറക്കരുത്. ഉപ്പിട്ടില്ലെങ്കിൽ ഒന്നും കൊള്ളില്ല. അപ്പോൾ എന്താ നമ്മുടെ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ബൈ.